അസ്സലാമു അലൈക്കും, നമസ്കാരമുണ്ട് കൂട്ടുകാരെ. അപ്പം നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളെ ചെറിയൊരു ചെടിത്തോട്ടത്തിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ ഈ ഒരു ചെടിയിലേക്ക് വന്നപ്പോൾ തന്നെ എന്താ പറയുക, മനസ്സിനൊക്കെ വല്ലാത്തൊരു സന്തോഷം തന്നെ കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെടികളെയും പൂക്കളെയും ഒക്കെ വീഡിയോസ് ഇടുമ്പോൾ അന്നപ്പോൾ തന്നെ വന്നിട്ട് ഓരോരുത്തർ ചോദിക്കും, ഇതിൻ്റെ കമ്പുകളുണ്ടോ, തൈകളുണ്ടോ, ഞങ്ങൾക്കൊരു കമ്പ് തരുമോ, തൈ തരുമോ, അങ്ങനെ മെസ്സേജുകൾ വരും. അപ്പം നമ്മളെന്ത് വിചാരിച്ച്, എന്തായാലും വേണ്ടിയില്ല, നമുക്ക് ഇതിൻ്റെ കുറച്ച് തൈകൾ നമ്മളെ കയ്യിലുണ്ട്, അപ്പോൾ ഒരു സെയിൽ വീഡിയോ അങ്ങ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ചെടികളെ തൈകൾ കിട്ടേണ്ടികൾക്ക് അങ്ങ് കിട്ടുകയും ചെയ്യും, നമുക്ക് എന്തെങ്കിലും 10 റുപ്യ കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞോളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, അപ്പോൾ ഇതൊന്ന് നല്ലോണം വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അങ്ങ് കാണിച്ചു തന്നാൽ പിന്നെ നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് ഫോട്ടോ ഇട്ടേര്, വീഡിയോ ഇട്ടേര് എന്ന് അറിയണ്ടല്ലോ. അപ്പോൾ ക്ലിയർ ആക്കി ഞാനൊരു വീഡിയോ അങ്ങ് ഇട്ടാൽ എല്ലാവർക്കും കാണുകയും ചെയ്യാം, വേണ്ടികൾക്ക് വാങ്ങുകയും ചെയ്യാമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതാണ് നമ്മൾ ഇത് ചെയ്യാന്ന് വെച്ചത്. അപ്പോൾ ഈ ഒരു പൂക്കളെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഈ പൂക്കൾ നല്ല വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ. ഒരു 2-3 പൂക്കളുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിറഞ്ഞു നിൽക്കുന്ന അത്രയും വലിപ്പമുള്ള പൂക്കൾ തന്നെയാണ് കേട്ടോ. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മൾ വാങ്ങിയപ്പോൾ തന്നെ വെറും വൈറ്റ് കളറിൽ, അതായത് കണ്ടില്ലേ, വെറും വൈറ്റ് കളറിലുള്ള പൂക്കൾ അതിനുണ്ടാവല്. പിന്നെ ഇതിലേക്ക് ഈ പിങ്ക് കളറ് മിക്സായി വരൽ തുടങ്ങി. പിന്നെ ഇപ്പം നോക്കുമ്പോൾ മെറൂണോ മഞ്ഞ അങ്ങനെ ഒരുമാതിരിപ്പെട്ട കളറൊക്കെയും കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ഗ്രീൻ ആപ്പിൾ തന്നെയാണോ അല്ലേ എന്നുള്ളത് അറിയുന്ന നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പിങ്കും എന്താ പറയുക, വൈറ്റിൽ പിങ്ക് മിക്സായി വരുന്ന ഒരു പൂക്കളാണ്. ഒരു കമ്പിൽ പിങ്കും വൈറ്റും മിക്സായി വരുന്നതാണെങ്കിൽ മറ്റൊരു കമ്പിൽ വൈറ്റ് സ്വന്തമാണ്, വേറൊരു കമ്പിൽ മെറൂണും യെല്ലോയും ഒക്കെ കയറിയിട്ട് വൈറ്റിൽ വരുന്ന അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് നമ്മളെടുത്ത് കൊടുക്കാനുള്ളത്. ഇതിൻ്റെ വില വരുന്നത് 200 റുപ്യാണ് വരുന്നത്. പിന്നെ കൊറിയർ ചാർജ് വരുന്നത് എന്ന് വെച്ചാൽ ഈ മണ്ണോട് കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് അതിൻ്റെ ചാർജ് പറയേണ്ടി വരും. അല്ലാണ്ട് കൊറിയർ ചാർജ് 60 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത് നല്ല വേര് പിടിച്ച തൈയാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് ഇറക്കിയതൊന്നല്ല, നമ്മൾ തന്നെ പിടിപ്പിച്ച് ഉണ്ടാക്കിയ തൈകൾ തന്നെയാണ്. അതിനെക്കൊണ്ടാണ് നമുക്ക് അത്രയും 100% ഉറപ്പ് പറയാൻ പറ്റുന്നത്. നല്ല തൈകൾ തന്നെയാണ്. 200 റുപ്യാണ് വില വരുന്നത്. പിന്നെ അതുകൊണ്ട് മിസ് വേൾഡിൻ്റെ തൈകളും ഉണ്ട് കേട്ടോ. 250 റുപ്യാണ് മിസ് വേൾഡിൻ്റെ തൈകൾക്ക് വരുന്നത്. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം, പൂക്കൾ ഇതാണ് കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, വലിയ മെരടാക്കി വളർത്തണമെങ്കിൽ അങ്ങനെ വളർത്താം, ഇനി നിങ്ങൾക്ക് കുറ്റിച്ചെടി ആക്കി വളർത്തണമെങ്കിൽ അങ്ങനെ വളർത്താം. പിന്നെ നിങ്ങളൊരു സംശയം എന്ന് വെച്ച് കഴിയുമ്പോൾ മുള്ളുണ്ടോയെന്നായിരിക്കും. മുള്ളുള്ള ചെടി തന്നെയാണ് കേട്ടോ ഇത്. നല്ല പണ്ടത്തെ ബോഗൺവില്ലൻ്റെ മാതിരി തന്നെ മുള്ളുകൾ വരുന്നുണ്ട്. പിന്നെ കുറ്റിച്ചെടിയാക്കി വളർത്തുമ്പോൾ മുള്ളുകൾ കുറയും. അപ്പോൾ അതൊക്കെയാണ് ഈ പൂക്കളെ വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്. പിന്നെ ഈ വീഡിയോസൊക്കെ നിങ്ങളെ ഫാമിലിയിൽ ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക.